ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മോർത്താന നിന്ന് നേരെ നമ്മുടെ മംഗൾപ്പാടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിന്റെ വർക്ക് കിടക്കുകയാണ്. അവിടെയാണ് കേട്ടത്. ഇഷ്ടംപോലെ ബൈക്കുകൾ ഇങ്ങനെ ചീറിപ്പായി പോകുന്നുണ്ട്. നമ്മുടെ FOVയുടെ വർക്ക് ഇത് ഇവിടെ ഇങ്ങനെ നല്ല കാര്യമായിട്ട് നടന്നു വരുന്നുണ്ട്. രാവിലെ തന്നെ നല്ല അത്യാവശ്യം വെയില് തകർത്തടിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മംഗൾപ്പാടി വരുന്ന ഫോട്ടോ ബ്രിഡ്ജ്. അതിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതാ ഗ്രീൻ നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതേ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മോർത്താന നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇപ്പം നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ മംഗൾപ്പാടി ഫോട്ടോ ബ്രിഡ്ജിൻ്റെ വർക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ മോർത്താന പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. കാരണം നമ്മുടെ പ്ലാന്റിലാണ് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പ് ഉള്ളത്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശാലമായി പരന്നു കിടക്കുന്ന റോഡാണ് കേട്ടോ. മൊത്തം വർക്കും ഏതാണ്ട് കഴിഞ്ഞ് വരുന്നു. സുഹൃത്തുക്കൾ, നമ്മൾ നമ്മുടെ മോർത്താന പ്ലാനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ബയ്യമാർക്ക് ഓരോ സാധനങ്ങൾ വണ്ടിക്കകത്തോട്ട് കയറ്റുകയാണ്. മൊത്തം ഓരോരോ മെറ്റൽ പീസുകളാണ്. ഇതൊക്കെ നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. തീവ്രമായ വെയിലിൽ ഒരു മാറ്റവുമില്ല. അത് സൈറ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ആയാലും. അപ്പോൾ ഇന്ന് താറിങ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ JCB ഇതാ ദൂരെയായിട്ട് ഇവിടുന്ന് സ്ലറിയൊക്കെ കോരി മറിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബയ്യമാർ ഇവിടുന്ന് സാധനങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഇതാ ഓരോരോ വർക്ക് നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ പീസുകൾ ഇവിടുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹാൻഡ് റെയിൽ അങ്ങനത്തെ ഓരോരോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് വർക്കേഴ്സ് ആണ് നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ ഭാഗമായിട്ട് സൈറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പ്. മൊത്തം സ്റ്റീലാണ്. എവിടെ നോക്കിയാലും സ്റ്റീൽ പരിപാടികളാണ്. നമ്മുടെ വണ്ടിക്കകത്തോട്ടുള്ള അവസാന ലോഡും ദേ കാറ്റുകയാണ്. ആരത് ഓക്കെ, അങ്ങനെ അവസാന സാധനവും കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനി നേരെ മംഗൾപ്പാടി നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് പോയി ഡ്രോപ്പ് ചെയ്യണം. സാധനമൊക്കെ ഇറക്കണം. കുറച്ച് മെറ്റൽ ഷീറ്റുകളൊക്കെയാണ്. ISMBയുടെ ഒക്കെ പീസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ഒരു പെട്രോൾ വണ്ടിയാണിത്. കേരി, മാരുതി സുസുക്കിൻ്റെ ഒരു കേരി. ഓ, പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. താങ്ങി എടുക്കണം. അപ്പം ഇതാ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കണുണ്ട്. മൊത്തം നീല കളറും അതുപോലെ ഇഷ്ടം പോലെ മേഘമൊക്കെ നല്ല ക്യൂട്ടായിട്ട് കിടക്കണം കേട്ടോ നമ്മുടെ ആകാശം. അപ്പൊ കാടും മലയും കുന്നൊക്കെ താണ്ടിതേ നമ്മൾ നമ്മുടെ സൈറ്റിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ മംഗൾപ്പാടി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് സാധനങ്ങളിപ്പോൾ അൺലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങൾ തൂക്കിയെടുക്കണം. എല്ലാം മെറ്റൽ പാർട്സുകളാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്.
അതേപോലെ ഇവിടെയായിട്ട് നമ്മുടെ ലൈനടിക്കൽ പരിപാടികൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ലൈനൊക്കെ വരഞ്ഞു പോകുന്നത് ഈ കാണുന്ന ടീമാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം വർക്ക് തന്നെയാണ്. ഇതിനുള്ളിലൊക്കെ വെൽഡിങ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങി. ഇപ്പോഴിത് ലൈനടിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ചൂടാക്കി ഇതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഈ സാധനമാണ് നമ്മുടെ ലൈന് വരഞ്ഞു പോകുന്ന സംഭവം. അപ്പോൾ ഈ ലൈനടിക്കുന്ന സാധനം പെയിൻ്റ് അല്ല കേട്ടോ, ഇതുപോലുള്ളൊരു പൊടിയാണ്. ചാക്ക് കണക്കിന് ഇങ്ങനെ മെഷീൻ്റെ അകത്ത് ഇട്ടിട്ട് ഹീറ്റാക്കി എടുത്തിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ലൈനടിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സാധനമൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒഴുകി വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ കാണാം. സംഭവം മൊത്തം ഹീറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ചൂട് തണിഞ്ഞാൽ ഇത് ഉറച്ചു പോകും കേട്ടോ. പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. നല്ല ചൂടുള്ള സാധനമായിട്ടേ നമ്മുടെ ഒരു പയ്യ ലൈനടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് ലൈനടിക്കുന്നത് എന്ന് നോക്കാം. ഇത് ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാർക്ക് കണക്കിൽ ലൈനടിച്ച് പോവും. ആദ്യ ഘട്ടം ഈ ഒരു ചെറിയ ബോക്സിലേക്ക് സാധനം ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ലൈനടിച്ച് പോകുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറേ ഗ്ലാസ് പൗഡറും വിതറുന്നുണ്ട്. അപ്പോഴിത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ലൈന് വരഞ്ഞിങ്ങനെ പോവാണ്. നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ പൊരിയണ വെയിലാണ്. ഇങ്ങനെയാണ് കേട്ടോ ലൈന് വരഞ്ഞു പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും നമ്മുടെ മോർത്താനം പ്ലാനിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് അവിടുന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ദൂരെയായിട്ട് നമ്മുടെ ഇറ്റാച്ചി മെറ്റീരിയൽസ് ഇങ്ങനെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും വർക്കിന് ഇറങ്ങിയാണ് കേട്ടോ. ഓരോരോ പണിയിലാണിത്. നമ്മുടെ JCB ഒക്കെ ഇതുവഴി നല്ല ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഓരോരുത്തർ ഓരോരോ വർക്കിലാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചിയും അവിടെ തകൃതിയായിട്ടുള്ള പണി തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സൈറ്റിൽ എത്തിയിട്ടുണ്ട്. സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപ്പളയുള്ള നമ്മുടെ ഫുട്വെയർ ബ്രിഡ്ജിൻ്റെ വർക്കിനടുത്താണ് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇങ്ങനെ കാര്യമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ അവസാന ട്രിപ്പാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മംഗൾപാടി കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് ഓടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു.
നമ്മളങ്ങനെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അടിപൊളി റോഡായത് കൊണ്ട് തന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ നിരയായി നിർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുനിയാട്ടിൻ്റെ ലോഡറും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റോക്കൊക്കെ ഇതാ മൊത്തം കാലിയായി വലിയൊരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഡസ്റ്റ് മാത്രം ഇവിടെ ഉണ്ട്, അതിപ്പോൾ എടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇതാ സൂര്യനൊക്കെ ദൂരെയായിട്ട് അസ്തമിച്ച് തുടങ്ങി. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. മൊത്തം ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്.